മസാജ്. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസം, അതായത് നമ്മൾ വീട് പൂട്ടിയിട്ട് നമ്മളിങ്ങനെ ട്രാവലിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ദിവസം ഞാൻ എടുത്ത എണ്ണയാണ്. ഇതിപ്പോൾ ഇവിടെ വരെ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇവിടം വരെ ആയി, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ബാലൻസേ ഉള്ളൂ. അപ്പം നമ്മളവിടെ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വീട് പൂട്ടിയിട്ട്, നിങ്ങളെല്ലാം വീഡിയോ കണ്ട് വാടക വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്നില്ല എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു നാരായണൻകുട്ടി, ഒരു ഭാർഗവൻ എന്ന് പറഞ്ഞ ഒരാൾ എടപ്പാളം കണ്ടുള്ള ആൾ കമൻറ്റ് എഴുതിയിട്ടുണ്ട്, അവിടെ വേണോ വീടെന്നൊക്കെ ചോദിച്ചൊക്കെ ആളുകൾ കമൻറ്റ് എഴുതിയിട്ടുണ്ട്. നല്ല നല്ല കമൻറ്റ് ഇട്ടവർക്കെല്ലാം എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കമൻറ്റ്, എന്നെ മനസ്സിലാക്കുന്നവരുടെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലവണ്ണം അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറയും, എനിക്ക് എന്ത് ചെയ്യാൻ അറിയാൻ പറ്റും. പിന്നെ അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മെയ് മാസമാണ് വീടെടുത്തത്. ജൂൺ മാസം നമ്മളൊരു 23-ാം തീയതി ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു മാസത്തെ വാടക കൊടുത്തു. ജൂലൈ മാസത്തെ ഒരു മാസത്തെ വാടകയും കൊടുത്തു. ജൂലൈ മാസത്തെ വാടക കൊടുത്തതിന് ശേഷമാണ് ഞാനും കണ്ണനും കൂടെ അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഞങ്ങൾ പോരുന്നത്. ആദ്യം ഞങ്ങളൊരു യാത്ര പോയി, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് വന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾ വാടക കൊടുക്കാതെയോ ഞങ്ങൾ ഒരു കാര്യങ്ങളും അവിടെ ചെയ്യാതെ ഞങ്ങളെല്ലാം കറക്റ്റ് വാടക ഞങ്ങൾ കൊടുക്കും. കറണ്ട് ബില്ലും അയാളുടെ കയ്യിൽ പൈസ കൊണ്ട് കൊടുക്കും, വാട്ടർ ബില്ലും കൊണ്ട് കൊടുക്കും, അതിൻ്റെ പൈസ അവിടെ വെച്ചേക്കും. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കറക്റ്റ് ചെയ്ത് പോരുന്നുണ്ട്. ഇയാൾ വീട് തന്ന് 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഹരിത കർമ്മസേനയിലെ ആശാ വർക്കറൊക്കെ പ്രശ്നത്തിന് നമ്മൾ വിട്ടപ്പോഴും നമ്മളത് നോർമലി അത് തള്ളിക്കളഞ്ഞു. ഇതൊരു പ്രശ്നത്തിനാണ് എന്ന് എന്ത് ചെയ്യത്തില്ല, നമുക്കറിയത്തില്ല. അതൊന്ന് ഹരിത കർമ്മസേനക്കാരിയാണ്, അല്ല ആശാ വർക്കർ ആദ്യം വന്നു, അത് കഴിഞ്ഞ് ഹരിത കർമ്മസേന വന്നു, അവിടെയാണ് തുടങ്ങുന്നത്. അതങ്ങനെ നമ്മൾ വിട്ടു, അതങ്ങ് പോയതിന് ശേഷം വീണ്ടും വാടക മേടിച്ച് നമ്മൾ സോൾവ് ആയിട്ട്. പക്ഷേ ഈ വാടക മേടിക്കുമ്പോൾ നല്ല രീതിയിൽ സന്തോഷത്തോടെ നമ്മളോട് വാടക മേടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ എന്ത് ചെയ്യും, പല അയൽവാസികളെയും വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കപ്പെടും. ഞങ്ങളൊന്നും മിണ്ടുന്നില്ല, ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങളെന്ന് ജീവിക്കുന്ന പോലെ ഞങ്ങൾ പോകുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന്, അതായത് യാത്ര കഴിഞ്ഞ്, ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് യാത്ര കഴിഞ്ഞ് രണ്ടാമത്തെ അല്ലേ കണ്ണ, യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വന്നതിന് ശേഷം, അതായത് നിങ്ങൾക്കറിയാം കൊടൈക്കനാലിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം, യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. അന്നേരം അവിടെ കരിക്കിടുന്നുണ്ട്. അന്നേരം ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു ഇതുമില്ല, സാധാരണഗതിയിൽ തന്നെ. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അപ്പോഴും ഞങ്ങൾ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോയി. വൈകുന്നേരവും ഞങ്ങൾ എന്ത് ചെയ്തു, അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ആകെ ഒരു ദിവസം വന്നതേ ഉള്ളൂ. പോയിട്ട് ഞങ്ങൾ ഒരു ദിവസം വന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടി കൊണ്ടുവന്ന്, ഞങ്ങൾ ഇതുപോലെ റോഡാണ്, വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തിയപ്പോൾ ഈ ഹൗസ് ഓണറും ഭാര്യയും കൂടെ അടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നു. അവിടെ നിന്ന് ഭയങ്കര ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ഫോൺ വഴി നടക്കുന്നത് വേറെ, അല്ലാതെ ഗൂഢാലോചനകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്നെ കണ്ടിട്ട് ഒന്നും പറയാതെ, എന്നുവെച്ചാൽ ഇവരെന്നോടൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ വണ്ടി നിർത്തുന്ന കണ്ടുകൊണ്ട് ഈ ഹൗസ് ഓണറും ഭാര്യയും കൂടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, നടന്ന് വേഗം പോയി, ഒന്നും മിണ്ടുന്നില്ല. അവർ കുറച്ച് മുമ്പോട്ട് എത്തിയപ്പോഴാണ് എന്താ പ്രശ്നം, എന്താണ് നിങ്ങൾ പതിവില്ലാതെ അവിടുന്ന് പോണത് എന്ന് ചോദിച്ചപ്പോഴാണ് അത് ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് കിട്ടി. അതിൻ്റെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. രാജി എന്തെങ്കിലും ഇവിടെ പുകയ്ക്കുന്നുണ്ടോ? എന്ത് പുകയ്ക്കാനും, നമ്മളെന്നും ചെയ്യുന്നുണ്ട്, കാലത്തും വൈകുന്നേരവും ചന്ദനത്തിരി കത്തിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തെക്കുറിച്ച്, ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം.
അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. ഈ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുണ്ടാക്കി തീർക്കണ പ്രശ്നങ്ങളാണ്. എന്നാൽ എന്ത് ചെയ്യണം, നമ്മളുടെ അടുത്ത് നിന്ന് ഈ അഡ്വാൻസ് വാങ്ങണതിന് മുമ്പ് ഇവന് ബുദ്ധിയില്ലേ. അഡ്വാൻസ് പൈസയും വാടക മേടിച്ചപ്പോൾ ഒന്നും ഇവനൊരു ബുദ്ധിമുട്ടും, വാടക മേടിക്കുമ്പോഴും ഇവനൊരു ബുദ്ധിമുട്ടുമില്ല. വാടക ഇവൻ കൃത്യമായിട്ട് മേടിക്കും, എഴുതി എനിക്ക് ഒപ്പിട്ട് ഞാൻ മേടിക്കുന്നതാണ്, അവൻ തരുന്നൊന്നുമല്ല, ഞാൻ ഒപ്പിട്ട് മേടിക്കും. അപ്പോൾ ഒന്നും ഇവനൊരു പ്രശ്നങ്ങളും ഇല്ല. ഇവൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവനും ഇവൻ്റെ ഭാര്യയാണ് മെയിൻ കണ്ണീന്ന് എനിക്ക് തോന്നുന്നത്. അയൽവാസികളെ ഫോൺ വിളിച്ചിട്ട് അവരെയും കൊണ്ട് കുത്തിത്തിരിപ്പായിട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവന് നല്ലവണ്ണം പണമുണ്ട്. ആര് ചെന്ന് വായ്പ ചോദിച്ചാലും ഇവൻ എന്ത് ചെയ്യും, പൈസ എടുത്ത് കൊടുക്കും. അപ്പം ഇവൻ്റെ ഈ പണക്കൊഴുപ്പിലാണ് അവിടെ കിടന്ന ആളുകൾ ഇവൻ്റെ അടുത്ത് കൂട്ടുകൂടി കാണിക്കുന്നത്. ഇതിനു മുമ്പ് എന്നെ പരിചയമുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ സാധനം എടുത്തിട്ട് വരുന്നതിന് കുറച്ച് മുമ്പ്, അതായത് നമ്മൾ ഈ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ എനിക്ക് എണ്ണ കാച്ചി തീർന്നതിന് ശേഷം ഞാൻ ഇവരെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇവൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ആരെയും അധികം അവിടെ നിർത്തൂല. ഞങ്ങൾ എന്ത് ചെയ്യും, അയൽവാസികളുടെ അടുത്തുനിന്ന് ഫോൺ വിളിച്ച് കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ കൂടുതൽ വരുന്നു. കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ആളുകളെ മാറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അത് ആദ്യം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ ഇവരുടെ ഈ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വാടകയും മേടിച്ചിട്ട് അവിടുത്തുള്ള അയൽവാസികളെ കൊണ്ട് ആണ് ഇവർ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചെടുക്കുക. അങ്ങനെ പലരെയും അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പലരും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് വാടക വീട്ടിൽ. എന്നാൽ പിന്നെ എന്തിനാണിത് ചെയ്യാൻ നിൽക്കുന്നത്, എന്തിനിങ്ങനെ വാടക മേടിക്കണം? അവനുണ്ട് ഇഷ്ടം പോലെ, അവൻ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവനൊരു പാസ്റ്ററാണെന്ന് പറയുന്നുണ്ട്. ഇവനൊരു പാസ്റ്റർ, ഇവൻ്റെ ഞാൻ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഇവൻ്റെ ഞാൻ ബോർഡുണ്ട്, ഇവൻ്റെ ബോർഡ് ഞാൻ എടുത്തിടാം. ഇവനൊരു പാസ്റ്ററാണെങ്കിൽ എന്തിനാണ് ഈ നക്കാപ്പിച്ച പരിപാടി ഇവൻ ചെയ്യാൻ നിൽക്കണേ? ഇവൻ എന്തിനാണ് ഇത് ചെയ്തത്? അപ്പം ഞാൻ ഇത്രയും പറയണതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം, ഇവനത് ചെയ്യരുത്. കാരണം ഇവന് പൈസ ഉണ്ടെങ്കിൽ ഇവൻ വാടകയ്ക്ക് കൊടുക്കണ്ട. ഇവനെന്ത് ചെയ്യണം, ഈ വാടക വീടും തന്നിട്ട് നമുക്ക് ഈ 11 മാസത്തെ എഗ്രിമെൻറ്റ് ചെയ്ത് ഈ വീടും വാടകയ്ക്ക് ഇവൻ തന്നിട്ട് ഇവൻ്റെ അധികാരത്തിൽ കയറിയിട്ട് ഞങ്ങളോട് അനുവാദവും പെർമിഷനും ചോദിക്കാതെയാണ് ഇവൻ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് പരാതി കൊടുത്തിട്ടാണ് അവിടുന്ന് പോരണത്. പരാതി കൊടുത്തിട്ടാണ് ഞങ്ങൾ അത്യാവശ്യം ഡ്രസ്സ് എടുത്തിട്ട് അവിടുന്ന് പോരുന്നത്. കൊടുക്കേണ്ട അടുത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പരാതി കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. ഇവൻ എന്തിന് അനുവാദമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായി, അന്ന് കുറേ ദിവസം ഞങ്ങൾ വയ്യാതെയൊക്കെ ഞാൻ ഇവിടുന്ന് വൈക്കത്തെ DYSPക്ക് ഞാൻ ഫോൺ ചെയ്യും. സിബിച്ചൻ തോമസിന് ഫോൺ ചെയ്തിട്ട് നല്ല രീതിയിലാണ് ഞാൻ അങ്ങോട്ട് സംസാരിച്ചത്. അയാൾ ഇങ്ങോട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ വീട് പൂട്ടിയിട്ടില്ലല്ലോ. ഞങ്ങൾ വീട് പൂട്ടിയിട്ടാണ് പോന്നിരിക്കുന്നത്. നല്ല തെളിവുണ്ട് വീട് പൂട്ടിയിട്ട് പോകുന്നതിന്. വീട് പൂട്ടാതെ പോന്നിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ കയറിയിട്ട് വേറെതായിട്ട് പൂട്ടേണ്ട കാര്യമില്ല. വീട് പൂട്ടണം. ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ചാവി ഞങ്ങളുടെ കയ്യിലുണ്ട്. വീട് പൂട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അനുവാദമില്ലാതെ ഞങ്ങളുടെ വീട് പൂട്ടിയെടുത്ത് ചാവി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആ ചാവി തരാൻ അവൻ ബാധ്യസ്ഥനാണ്. കാരണം എന്താണ്, ഞാനായിട്ട് വാടകയുടെ ഒരു പ്രശ്നങ്ങളുമില്ല. വാടക കറക്റ്റ് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇവൻ വീട് ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ 11 മാസം എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്ന വീടാണ്. 11 മാസം നമുക്ക് താമസിക്കാം. 2 മാസത്തെ വാടക ഇവൻ മേടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വാടകയാണ് ഞാൻ കൊടുക്കേണ്ടത്. 3ാമത്തെ വാടക കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ വീട് തനിയെ പൂട്ടിയിരിക്കുന്നതാണ്. എൻ്റെ വീടിനകം നോക്കിയിട്ട് ഇവൻ തനിയെ പൂട്ടിയിരിക്കും. ക്രിമിനൽ കുറ്റവാളിയാണ്. ആരുമില്ല. അപ്പോൾ ആര് ചെയ്താലും, ഞാനില്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ ആര് കയറിയാലും അത് ക്രിമിനലാണ്. അപ്പോൾ ഇവൻ പൂട്ടിയെടുത്തിരിക്കുന്നതാണ്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇനി നിയമപരമായിട്ട് മാത്രമേ അതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് നേരിട്ട് അവനോട് മുട്ടാൻ പറ്റും. നമുക്ക് നേരിട്ട് മുട്ടാൻ പറ്റിയ സൈസല്ല അവൻ വെറും ഗുണ്ടയാണ്. അവൻ പാസ്റ്റർ എന്ന പേരും പറഞ്ഞ് ഗുണ്ടായിസാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനോട് നമുക്ക് മുട്ടാൻ താല്പര്യമില്ല, മുട്ടത്തുമില്ല, നേരിട്ട് മുട്ടത്തില്ല. നമ്മളല്ലാതെ എല്ലാ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്ന വീടാണിത്. ഇത് വന്ന് 10,000 രൂപ അഡ്വാൻസും ഞാൻ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 5,000 രൂപ ഇതിന് വാടകയുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്ന റൂമാണ്. ഇതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ ഹൗസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവനെ കഴിഞ്ഞ് വളരെ ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. വളരെ നല്ല സ്നേഹമാണ്. അരയ്ക്ക് ഇത്രയും കൊണ്ട് തളർന്നിട്ടാണുള്ളത്. അയാളുടെ കാല് തളർന്നിട്ടാണ് നടക്കാൻ. വളരെ മാന്യതയാണ്. വളരെ രാഷ്ട്രീയമായിട്ടും എല്ലാ ബന്ധങ്ങളും ഉള്ളതാണ്. വളരെ നല്ല ആളാണ്.
ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞപ്പോൾ തന്നെ അന്ന് ആദ്യത്തെ ദിവസം ഞങ്ങളെ ബാഗെല്ലാം അവിടെ വെച്ചിട്ട് ഞങ്ങൾ കാശ് ഞങ്ങളുടെ കയ്യിലില്ല, ബാഗെല്ലാം അവിടെ വെച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം കൊണ്ടുവന്ന ബാഗ് അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ കേരളത്തിനകത്ത് പോയി. ഞാൻ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന താലി, എൻ്റെ കഴുത്തിൽ 2 താലി കടന്നിട്ടുണ്ടായിരുന്നു. ഒരു താലി കണ്ണൻ എനിക്ക് ഇട്ടുന്ന താലി, ഒരെണ്ണം ഞാൻ അമ്മയിൽ പൂജിച്ചിട്ടിരിക്കുന്ന ഓം എന്ന് പറയുന്ന 2 താലി ഇതിൽ നിന്ന് മാലയിൽ നിന്ന് ഊരി പണയം വെച്ച് ഞാൻ എന്ത് ചെയ്തു, 23,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് 10,000 രൂപ ഇതിന് അഡ്വാൻസും കൊടുത്തു, 5,000 രൂപ ഇതിൻ്റെ വാടകയും കൊടുത്ത് ഒരു ചിന്ന റൂം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചിന്ന റൂം എടുത്തിട്ടിട്ട് തന്നെയാണ് നമ്മൾ ട്രാവലിംഗ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ വീടാണ്, നീളത്തിൽ കിടക്കുന്ന ഒരു വീടാണ്. ഇതിൻ്റെ ഒരു പോർഷനിൽ ഞാൻ താമസിക്കുന്നുണ്ട്, ഒരു പോർഷൻ ഹിന്ദിക്കാരാണ് താമസിക്കുന്നത്, ഹിന്ദിക്കാരാണ് ഇതിൽ താമസിക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്കുള്ളത് അവരുടെ കുടുംബ ഷെയറാണ്, രണ്ട് ആളുകളുടെ ഷെയറാണ്. അതിൽ ഒരു ഷെയർ അവർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർ വേറെ വീട് തൊട്ട് അടുത്ത് വീട് വെച്ചിട്ടുണ്ട്, അവർക്ക് പെട്രോൾ പമ്പുണ്ട്, എല്ലാം ഉള്ള ഒരാളുടെ അടുത്ത് തന്നെയാണ് നമ്മൾ. ഒരു അഹങ്കാരവും ഇല്ല. നമുക്ക് അന്നേരം പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം പിടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് ഒരു കുട അയാൾ തന്നു, എനിക്ക് വെള്ളം എടുത്ത് വയ്ക്കാൻ ഒരു ബക്കറ്റ് എനിക്ക് തന്നു, എനിക്ക് ഇരിക്കാനായിട്ട് ഒരു ബെഞ്ച് തന്നു, എല്ലാം അയാൾ എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞ ഒരേ ഒരു വാക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്, കാരണം ആൾ സ്ട്രിക്റ്റാണ്, അത് പറയുന്ന പോലെ നമ്മൾ ചെയ്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്കിങ്ങനെ മുമ്പിലിങ്ങനെ നമ്മൾ അഴ കെട്ടി തുണി ഇടുന്ന അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ആൾ 2 നേരം ഇതിലേക്കൂടെ എന്ത് ചെയ്യും, വരാറുണ്ട്. പിന്നെ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നോട് പറഞ്ഞ ഒരേ ഒരു വാക്കാണ്, അത് എൻ്റെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്ത് എൻ്റെ അപ്പനോ അമ്മയോ ഒന്നും എനിക്ക് പറഞ്ഞു തരുന്ന ആരോ എനിക്ക് പറഞ്ഞു തരുന്ന പോലത്തെ ഒരു വാക്ക് അയാൾ എന്നോട് പറഞ്ഞു. എന്ത് കഷ്ടം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം, എന്ത് കഷ്ടം സഹിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, മാന്യമായിട്ട് ജീവിക്കണം. നിങ്ങൾ 2 ആൾ എന്ത് കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും മാന്യമായിട്ട് ജീവിക്കണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടോ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ഥലം വാങ്ങി തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വേറെ ഒന്നും അയാളോട് പറഞ്ഞില്ല കേട്ടോ, അയാൾ ഇത്രയൊരു ഒരു വാക്ക് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അയാൾക്കത് എന്നോട് പറയേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. അയാളൊരു ഓണറാണ്, പക്ഷേ അയാൾ വളരെ മാന്യമാണ്. അയാൾ എല്ലാ കാര്യങ്ങളും, ഒരു തുണി ഇടാനുള്ള അഴ കെട്ടുന്ന അവിടെ തൊട്ടടുത്ത് അവരുടെ ഒരു തൊഴുത്തുണ്ട്, അവിടെ കെട്ടിക്കോളാൻ പറഞ്ഞു. അവിടെ നമ്മളതെല്ലാം കെട്ടി. നമുക്ക് ഈ ഒരു റൂം മാത്രമേ ഉള്ളൂ, ഈ ഒരു മുറും, ഈ ഒരു റൂമും, ഈ ഒരു വരാന്ത, ഈ ഒരു നിങ്ങൾ കണ്ടില്ലേ മെഴുകുന്ന വീഡിയോ. ഞാൻ വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എന്നാലും നിങ്ങൾ അറിയണം. നിങ്ങൾ എന്നോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ച 1-2 പേരുണ്ട്, അവരറിയാൻ വേണ്ടിയിട്ടും എന്നെ മനസ്സിലാക്കുന്നവരറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ് കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ട് പണയം വെച്ച് ഞാൻ എന്ത് ചെയ്ത് 23,000 രൂപ കടപ്പെടുത്തിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ഈ 10,000 രൂപ അഡ്വാൻസും 5,000 രൂപ അഡ്വാൻസും കൊടുത്ത് ഞാൻ ഈ റൂം എന്ത് ചെയ്ത് വാടകയ്ക്ക് എടുത്തിട്ട്. എന്തിനാണെന്നറിയാമോ, എനിക്ക് താമസിക്കാനാണ്. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീട് പൂട്ടിയിട്ട് എനിക്ക് താമസിക്കണമല്ലോ. എനിക്ക് എത്ര ദിവസം ഒന്നും പറഞ്ഞാൽ ഞാൻ റോട്ടിൽ കിടക്കും, എനിക്ക് താമസിക്കണം, എനിക്കൊന്ന് ഉറങ്ങണ്ടേ, എനിക്കൊന്ന് കുളിക്കണ്ടേ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യണം, മനസ്സിലായില്ലേ. അവനെ നോക്കിയിരുന്നിട്ടൊന്നും എൻ്റെ കാര്യം നടക്കത്തില്ല. ഞാൻ വീട് എന്ത് ചെയ്തു, സെപ്പറേറ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു, വീട് വാടകയ്ക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കത് അത്രയും ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടാണ്, എനിക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഞാൻ ചോദിക്കട്ടെ, ജീവിക്കാനായിട്ട് മാർഗമില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഞാൻ റോട്ടിൽ കിടന്നിട്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്താ പറയുക, എനിക്ക് ശരിക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി തുറന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും കാര്യങ്ങൾ. എനിക്ക് രാവിലെ ബാത്റൂമിൽ പോകണം, പല്ല് തേക്കണം, കുളിക്കണം. ഈ റോട്ടിൽ കിടക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ അങ്ങ് ഒരു ധൈര്യം ദൈവം തന്നതുകൊണ്ടാണ് അതൊക്കെ ചെയ്തു പോകുന്നത്. ഇത്രയും ഒന്നുമില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പലരെ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പല നാൾ കള്ളന് ഒരു നാൾ പിടിയില്ല. ഞാൻ പറയട്ടെ, എനിക്ക് അവൻ്റെ മുമ്പിൽ താഴെ നിൽക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല. ഞാൻ അവന് കൃത്യമായിട്ട് വാടക കൊടുത്തിട്ടുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ അവനെ പേടിക്കേണ്ട കാര്യങ്ങളെന്ത്? അവൻ്റെ ഔദാര്യത്തിലൊന്നും ഞാൻ നിന്നിട്ട്, അവൻ്റെ ഔദാര്യത്തിൽ പോയ ഒരു സമയമുണ്ടാണ്. ഞാൻ ഔദാര്യം വെച്ചിട്ടാണ് അവൻ ഇത് ചെയ്യുന്നതെങ്കിൽ അവനാണ് നാറി, മനസ്സിലായില്ല. അവൻ എന്ത് അധികാരത്തിലാണ് എന്നെ അനുസരണം പഠിപ്പിക്കാനും ചട്ടം പഠിപ്പിക്കാനും എൻ്റെ വീട് പൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഇരിക്കുന്നത് നമ്മൾ നോക്കി. അവൻ കാണാത്ത പല കാര്യങ്ങളും അതിനകത്തുണ്ട്, മനസ്സിലായില്ലേ. അതിന് വേണമെങ്കിൽ ഞാൻ എടുത്ത് വെളിയിലിട്ട് കാണിച്ചു കൊടുക്കാം. ഞാൻ അവിടെ ഒന്നും മറച്ച് വെച്ചിട്ടില്ല, ഞാൻ അവിടെ എല്ലാം ഓപ്പണായിട്ടാണ് വെച്ചിട്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരിക്കലും സ്വഭാവമുണ്ട്, എനിക്കിഷ്ടപ്പെട്ട എന്ത് സാധനങ്ങൾ കണ്ടാലും ഞാൻ എടുക്കൂലേ. കണ്ണാ, ഒരു വഴിയിൽ ഒരു കൊട്ട നെയ്താൽ അത് ഞാൻ എടുത്തുകൊണ്ട് വരും. എന്ത് ഇഷ്ടപ്പെട്ടത് ഞാൻ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ആ വീട്ടിലെ പൂജാ റൂം. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് അതെല്ലാം.
എൻ്റെ ദേവിയുടെ വാളും ചിലമ്പും, എൻ്റെ ദേവിയുടെ ഉരുളി, എൻ്റെ ദേവിയുടെ വിളക്ക്, ഇതെല്ലാം ഞാൻ എൻ്റെ ദേവിക്ക് അർപ്പിച്ച് ഞാൻ പൂജ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതെല്ലാം എൻ്റെ പൂജയിൽ ഉൾപ്പെട്ടിരിക്കുന്ന, ഈ ലോകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഈ ലോകത്തിൽ ഉൾപ്പെടാത്ത ഒരു സാധനങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടില്ല. അപ്പം അതെൻ്റെ സ്വകാര്യ സ്വത്തുക്കളാണ്. അതൊക്കെ എനിക്ക് നാളെ അമ്പലത്തിലേക്ക് പണിയുന്ന സമയത്ത് എനിക്ക് വേണ്ടുന്ന സാധനങ്ങളാണതെല്ലാം. ഞാൻ ഇപ്പോഴേ അത് ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പം ഞാൻ എന്ത് ചെയ്ത് തലയിൽ എണ്ണ തേച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, എങ്കിലും ഞാൻ അതിനു വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഇപ്പുറത്തെ ഒരു റൂം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചാണകം മെഴുകി എടുത്തിരിക്കുന്നതാണ്. പഴയ വീടാണ്, ഓടിട്ട വീടാണ്. പഴയ വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പണ്ട് കാലത്ത് അതായത് പണ്ട് കാലങ്ങളിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു ആട്ടുകല്ലാണ്. ഇതിന് ഒരു കോലുണ്ടാവും, അതിലാണ് അവർ അരിയൊക്കെ നിന്നോണ്ടാട്ടിയിരുന്ന ഒരു ഇതാണ് അതിൻ്റെ കോലം തോന്നുന്നു. മനസ്സിലായോ? ആട്ടിയിരുന്ന കോലാണ്. ഇത് ഒടിഞ്ഞു പോയത് ആയിരുന്നു ഇത്. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്. പിന്നെ ഇത് എല്ലാം എന്ത് ചെയ്യണം, എലി തിന്നിട്ട് പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സീതപ്പഴം ഒരെണ്ണം കെട്ടി അത് പറിച്ച്. ഇതിനവർ വേറെ എന്തോ ഒരു പേരാ പറയുന്നു. ഇത് പഴുക്കുക, വാടിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വളരെ ഹാപ്പിയാണ്. ഇനി ഞങ്ങൾക്ക് കുളിച്ചിട്ട് പുറത്തോട്ട് പോകണം. ഒരു ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്, പറയട്ടെ? വേണ്ട കാരണം പറഞ്ഞു വേണ്ട, അന്ന് ഞാൻ പിന്നെ എപ്പോഴേലും പറയാം. ഇതുണ്ടല്ലോ, ഈ വെള്ളം എടുക്കുന്ന തൊട്ടിയാണത്. കുളിക്കുകയൊക്കെ ചെയ്യുക, അലക്കുകയൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ തൊട്ടിയാണ്. അവിടെ പൈപ്പുണ്ട്, അവിടെ നിന്നാണ് അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രകൃതി. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ അവിടെ താമസിച്ചിരുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരുന്നത് 6 കിലോയുടെ ഒരു ഗ്യാസും കുറ്റിയായിരുന്നു. അത് കണ്ണൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ട്രിവാൻഡ്രത്തു നിന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസും കുറ്റിയായിരുന്നു. 6 കിലോയുടെ ഉള്ളൊരു കുറ്റിയായിരുന്നു ഞങ്ങൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇൻഡക്ഷൻ കുക്കറും ഉണ്ടായിരുന്നു. അപ്പം ആ ഇൻഡക്ഷൻ കുക്കറിലും ഈ 6 കിലോയുടെ ഗ്യാസും കുറ്റിയിലും നമ്മൾ നമുക്ക് അഡ്ജസ്റ്റ് ആയി പോകും. അപ്പോൾ അതിനിടയിൽ ഇൻഡക്ഷൻ കുക്കർ കേടായിപ്പോയി. പിന്നെ നമുക്കൊരു ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞാൽ കറണ്ട് അടുപ്പ്, അത് പിന്നെ ഒരെണ്ണം വാങ്ങിച്ച് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പകുതി ദിവസവും ഉണ്ടാകത്തില്ലല്ലോ. അപ്പം നമ്മൾ ഒരു മാസം, പിന്നെ ആ ഗ്യാസ് കുറ്റി എനിക്ക് 1 മാസമേ നിൽക്കത്തുള്ളൂ. ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 മാസമേ നിൽക്കത്തുള്ളൂ. കാരണം ശരിക്കും എനിക്ക് 1 മാസം നിൽക്കത്തുള്ളൂ ഈ ഗ്യാസും കുറ്റി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇവൻ ഈ നാടകം മുഴുവൻ ഉണ്ടാക്കി. പിന്നെ ഇതെല്ലാം കൂട്ടി നിന്നിട്ട് ഇതെല്ലാം ചെയ്ത DYSP കൂടെ അടക്കമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവൻ സിബിച്ചൻ തോമസ്, അവൻ ക്രിസ്ത്യാനിയാണ്. അവൻ ആ വർഗീയത അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അവനാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞ് നിങ്ങളെ വീട് പൂട്ടിയത്. അപ്പോൾ അതിനുശേഷം വീട് പൂട്ടിയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വിചാരിച്ച എൻ്റെ ചാവിലം കൊണ്ട് തന്നെ ആയിരിക്കാം പൂട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെ പൂട്ടാതെ പോകുന്നു പറഞ്ഞപ്പോൾ ഇനി അവിടെ എങ്ങാനും ചാവി വെച്ച് പറഞ്ഞു. അങ്ങനെ ഒന്നല്ല സംഭവം. ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചാവി വേറെ കുത്തി തുറന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ലോക്കിട്ടിട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓണത്തിന് തലേ ദിവസം മുമ്പ് ഞാൻ ഇവിടുന്ന് കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ വീടിന് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞാനും കണ്ണനും അങ്ങോട്ട് പോയി. അപ്പോഴാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, ലോക്ക് ചെയ്ത് പൂട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടത്. വേറെ അഡീഷണൽ ലോക്ക് ചെയ്ത് പൂട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഞാനിത് എൻ്റെ യഥാർത്ഥത്തിൽ ഫോണിൽ കൂടെ DYSP എന്നോട് പറയുന്നു. ഞാൻ അന്നേരം അയാളോട് ഒന്നും ചോദിച്ചില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എന്തോ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ അവിടെ പോയതിന് ശേഷം ഞാൻ DYSPനെയോ അവിടെയുള്ള പോലീസുകാരെയോ ഒന്നും വിളിച്ചിട്ടില്ല. ഞാൻ നേരെ എന്ത് ചെയ്തു, ആ വീടിൻ്റെ ഒരു ചിത്രം, ഒരു ഫോട്ടോസ് ഞങ്ങൾ രാത്രിയിൽ പോയി എടുത്തു. ഞങ്ങൾ തിരിച്ചവിടുന്ന് പോന്നു. പിന്നെ എല്ലാം പൂട്ടിയിരിക്കണം കേട്ടോ. ഗേറ്റ് അടക്കമില്ല, ചാവി ഇട്ട് ചങ്ങലിട്ട്, അതുവരെ ഗേറ്റ് നന്നാക്കി തരാൻ പറഞ്ഞിട്ട് ഇവൻ നന്നാക്കി തന്നില്ല. നമ്മൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇവൻ ആ ഗേറ്റ് ചങ്ങലിട്ട് അടയ്ക്കാനൊക്കെ ഇവന് പറ്റി. ആ ഗേറ്റ് പകുതി തുറന്ന് നടന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഈ ഗേറ്റ് ഒന്ന് ശരിയാക്കി തരാൻ കൊണ്ട് അവൻ ശരിയാക്കി തന്നില്ല. എന്നിട്ട് നമ്മൾ അവിടുന്ന് പോന്നപ്പോൾ എന്ത് ചെയ്തു, കാരണം ഒന്ന് ശരിക്കും ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവനത് ശരിയാക്കി എല്ലാം താഴും താക്കോലും ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പം
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് കണ്ടു, രാത്രിയിൽ കണ്ടെന്ന് മഴയായിരുന്നു, ഭയങ്കരമായിട്ട് മഴയിൽ നനഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, പിറ്റേ ദിവസത്തേക്ക് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുവിധം നേരം വെളുപ്പിച്ചു, മഴ നനഞ്ഞ് കടത്തണ്ണയിലൊക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. അപ്പോൾ ഒരു പയ്യൻ എന്ത് ചെയ്തു, കണ്ണൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പയ്യൻ അന്നേരം എന്ത് ചെയ്തു, ഇവനെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും ഇവൻ നല്ല അടിച്ച് സെറ്റാണ്, പാസ്റ്റാണ്, നല്ല അടിച്ച് സെറ്റായിട്ട് നിൽക്കുക. ഞങ്ങളുടെ ആ ഫോൺ വിളിച്ചതും അവൻ സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ഇരിപ്പുണ്ട് ഇല്ലേ, പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ വീഡിയോ റെക്കോർഡ് ഇരിപ്പുണ്ട്. ഇവൻ നല്ല അടിച്ച് സെറ്റായിട്ട് കിടക്കുവാണ്. എന്നിട്ട് അതൊന്നും കുഴപ്പമില്ല, ഇവന് നാവെല്ലാം കുഴയാണ്, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇവൻ പാസ്റ്റർ എന്നും പറഞ്ഞിട്ട് ലേബൽ ഒട്ടിച്ച് ഞായറാഴ്ചത്തെ ആരാധന നടത്തിയിട്ട് ഇവ ഫുൾ എൻജോയ്മെൻറ്റിലാണ് അവിടെ ജീവിക്കുന്നത്. നല്ല അടിച്ച് നല്ല വെള്ളവും അടിക്കും, ഇവന് എല്ലാ എൻജോയ്മെൻറ്റും ഉണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇനി പറയുന്നത് ഇനി എനിക്ക് മറക്കേണ്ട കാര്യമില്ല, പലപ്പോഴും അവിടെ പല സ്ത്രീകൾ വരും. ഈ സ്ത്രീകൾ വരുന്ന സമയത്ത് പിന്നെ ഇവൻ്റെ കൂടെ എന്ത് ചെയ്യും, ചെടി നനയ്ക്കാൻ പോകും. ഞാൻ ചോദിക്കട്ടെ, ഇവക്ക് ഭയങ്കര സംശയമാണ്, ഞാൻ തന്നെ അതിലെ കൂടെ പോകുമ്പോൾ ഇവക്ക് ഭയങ്കര സംശയമുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഭാര്യയുടെ അനിയത്തിയാണെങ്കിൽ പോലും ഇവള് ഉള്ളിലുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഇവൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു 6 മണി കഴിഞ്ഞ് ഇരുട്ടണ സമയത്ത് ചെടി നനയ്ക്കലാണ് പരിപാടി. ആ സമയത്ത് എങ്ങനെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നനച്ച് കഥയും പറഞ്ഞ് അവിടെ നിൽക്കലാണ് പരിപാടി. ഞാൻ എങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ വാടക കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ വാടക കൊടുക്കാൻ പോകുമ്പോൾ ഒരുത്തി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരിച്ചിരി കാണാനൊക്കെ കൊള്ളാം, വെളുത്തിട്ടാണ്, മൂക്കൊക്കെ കുത്തിയിട്ടുണ്ട്. നിൽക്കി പറയട്ടെ, പറഞ്ഞ് തീരട്ടെ, എന്നിട്ട് പറയാം. ചെടി നനയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പൈസ കൊടുത്ത് ഒപ്പിട്ട് മേടിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. ഇത് വൈഫിൻ്റെ അനിയത്തിയാണെന്നോ? വൈഫിന് അങ്ങനത്തെ ഒരു അനിയത്തിയേ ഇല്ല, വൈഫായിട്ട് യാതൊരു സാദൃശ്യമില്ല. അവളൊരു ഹിന്ദുവാണ്, അവൾ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണം, ജനറൽ സ്റ്റാഫാണ്, നേഴ്സാണ്, ജനറൽ ഹോസ്പിറ്റലിലെ നേഴ്സ്. അതവർ പറഞ്ഞു കേട്ടോ സത്യസന്ധമായിട്ട്. പിന്നെ ഞാൻ ഇവനോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു ഇവർ ബന്ധിക്കോസാണ്? അപ്പോൾ ഇവനൊരു ചിരിയിരിച്ച്, അല്ല, അവർ പള്ളിക്കാരൊന്നുമല്ല, ഹിന്ദുവായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. അവിടെ ഉള്ള പള്ളിക്കാരും മൂക്കൊന്നും ചെയ്യത്തില്ല, കുത്തത്തില്ല, പിന്നെ മൂക്ക് കുത്തിയിട്ടുണ്ട്, വെളുത്തിട്ട് ഒരു ഇച്ചിരി കാണാൻ കൊള്ളാം, ഇച്ചിരി നല്ല തടിയാണ്. അവനൊരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ട് കഥയൊക്കെ പറഞ്ഞ് ചെടിയൊക്കെ നനയ്ക്കുകയാണ്. പല ആളുകളും അവിടെ വരുന്നുണ്ട്, പല പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ഇപ്പം പറയണ എന്താണെന്നറിയോ, ഭാര്യയുടെ അനിയത്തിയാണ്. ഒരു 6-7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയൊരു പട്ടി, ആ പട്ടിയുടെ പേരെന്താ, റോഡ് വീലർ പട്ടീനെ ഇട്ടിട്ടുണ്ട്. ആ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് തന്നെ ആ പട്ടിയെ പേടി കറുത്തിട്ടാണ് അത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പട്ടീനെ ഇവൻ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാം, ഇവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ആ നാട്ടിൽ ആ പട്ടീനെ ഇവൻ വളർത്തണമെങ്കിൽ ഇവൻ്റെ സേഫ്റ്റിക്കാണ്. കാരണം ഇവനെ അവിടെ ചുറ്റുവട്ടത്തുള്ളവരാരും എന്ത് ചെയ്ത് ആക്രമിക്കാൻ വരരുത്, ഇവൻ്റെ വീട്ടിലാരും വരികയും ചെയ്യരുത്. ഇവൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ആരും എന്ത് ചെയ്തു. അവനാകെ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഇവിടെ കപ്പയും ചേനയും നടന്ന ഒരു കിളവിയുണ്ട്. ആ കിളവി ഇവൻ്റെ വീട്ടിലെ തൂത്തും തുടപ്പുമായിട്ട് നിൽക്കും. കിളവൻ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ആ കിളവിയുടെ മോളാണ് പഞ്ചായത്ത് മെമ്പർ. അവളാണ് പല കഥയും പറഞ്ഞു കൊടുത്തിട്ട് എന്താ അവൻ്റെ പേര്, കുഞ്ഞുമണിച്ചായ എന്ന് പറഞ്ഞിട്ട് കലക്ടർക്ക് വരെ എന്ത് ചെയ്ത് മെമ്പറിൻ്റെ ആ അധികാരം കാണിച്ചു, കലക്ടർ വരെ ഇവിടെ കൊണ്ടുവന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ വിളിച്ച് ആരാ പറഞ്ഞതെന്നറിയാം നിങ്ങൾക്ക്? എന്നെ വിളിച്ചിട്ട് തലയോലപ്പറമ്പിലിരിക്കുന്ന പോലീസുകാരാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നത്. ജയൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഉണ്ട്, നമുക്ക് പരിചയമുള്ള. ആ ജയൻ എന്ന് പറയുന്ന ചേട്ടന് ഇൻഫർമേഷൻ കൊടുത്ത് ജയൻ ചേട്ടനാണ് കംപ്ലീറ്റ് പ്രശ്നങ്ങളും എനിക്ക് ചോർത്തി തന്നത്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് BJPക്കാരവിടെ പോയി, നമുക്ക് വേണ്ടിയിട്ട് പിന്നെ വേറെ വിശ്വകർമ്മ പരിഷത്തിൻ്റെ ആളുകൾ നമുക്ക് വേണ്ടി അവിടെ പോയിട്ടുണ്ട്, പലരും നമുക്ക് വേണ്ടി അവിടെ പോയി. പക്ഷെ ഇവനോട് അടുക്കാൻ പറ്റും. പക്ഷേ ഈ പ്രശ്നം, അതായത് ചന്ദനത്തിരി എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ വിവാദമാവും. അറിയേണ്ട ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കംപ്ലീറ്റും അടിച്ചെന്ത് ചെയ്യും, അവർ തുലയ്ക്കും. കാരണം ഒരു ഹിന്ദുത്വത്തിന് നേരെയാണ് അവൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഒരു ചന്ദനത്തിരിയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് ഒരു ഹിന്ദു ആയിരിക്കുന്ന ആളുകളുടെ വീട് വാടകയ്ക്ക് തന്നിട്ട് ഇത്രയും പോക്കൃത്തരം കാണിച്ചപ്പോൾ അവിടെ ഉള്ളവർ മൊത്തം വിവാദം ആകുമെന്ന് അവർ തന്നെ പറഞ്ഞു. ഇത് വലിയൊരു പ്രശ്നം ഇവിടെ ആകും. അതിന് എന്ത് ചെയ്യുന്നുണ്ട്, പല അറിയേണ്ടവരൊന്നും അറിഞ്ഞിട്ടില്ല. ചെല്ലണ ആളുകളെല്ലാം ഇവൻ എന്ത് ചെയ്യും, കയ്യിലെടുത്തിട്ട് എന്നെ പറ്റി കുറേ അനാവശ്യം പറഞ്ഞു. ഞാൻ ചോദിക്കും, നിനക്ക് എന്ത് അനാവശ്യം പറയാനുണ്ടോ ജയിക്കപ്പേ എന്നെക്കുറിച്ച്? ഞാൻ നിൻ്റെ കൂടെ കയറി കിടന്നായിരുന്നോ? ഞാൻ നിൻ്റെ കൂടെ കയറി കിടന്നെങ്കിലല്ലേ നിനക്ക് എന്നെക്കുറിച്ച് ഞാൻ മോശമാകത്തുള്ളൂ. ഞാനിതൊന്നും ചെയ്യാത്തടത്തോളം ഞാൻ നിൻ്റെ ഭാര്യയുടെ കൂടെ കയറി കിടന്നോ? ഞാൻ നിങ്ങളുടെ ആരുടെ കൂടെയും കയറി കിടന്നിട്ടില്ല. ഞാൻ കിടക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്, അന്നും ഇന്നും എൻ്റെ കൂടെ ഉണ്ട്.
മനസ്സിലായില്ല. ഇനി എനിക്ക് ആരെങ്കിലും കയറി കിടക്കണം എന്ന് എനിക്ക് താല്പര്യം തോന്നിയാൽ അത് എൻ്റെ മൗലിക അവകാശമാണ്. അതിനകത്ത് നിനക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നരേന്ദ്രമോദി ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കും ആരുടെ കൂടെ സെക്സ് എന്ത് ചെയ്യാം. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സെക്സിനെ ദുർവിനിയോഗം ചെയ്യാനൊന്നും ഞാൻ പോകത്തില്ല. മനസ്സിലായി? ഞാൻ ചെയ്തിട്ടുമില്ല. എൻ്റെ നല്ല പ്രായത്തിലും ഞാൻ ദുർവിനിയോഗം ചെയ്യാൻ പോകത്തില്ല. ഇപ്പോഴും ഞാൻ ദുർവിനിയോഗം ചെയ്യുന്നില്ല. ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ എനിക്കിട്ട് നീ ഉണ്ടാക്കാൻ തോന്നുന്നു നിന്നെ ഞാൻ വിടില്ല ജേക്കപ്പേ, വിടില്ല. നിന്നെ ഞാൻ വിടില്ല. ഞാനിവിടെ വീടെടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വീടെടുത്തിട്ട് ഞാൻ എന്താ അനങ്ങാതിരിക്കുന്നത്? ഞാൻ ഇപ്പോഴും അനങ്ങാതിരിക്കുന്നത്. എനിക്ക് സമയം വരുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നെ ചങ്ങലക്കിട്ടിരിക്കുന്ന എന്നെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരാളുണ്ട്. അയാൾ എൻ്റെ ചങ്ങല എന്ത് ചെയ്യുന്ന അഴിച്ചു തരുന്ന സമയത്ത് ഞാൻ ഇറങ്ങും. പിന്നെ ഞാൻ വരച്ച വരെ കൊണ്ടുവരികയും ചെയ്യും. എൻ്റെ സാധനം ഞാൻ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യും. ഞാൻ നിൻ്റെ മുമ്പിൽ തോൽക്കില്ല ജേക്കബ്. എൻ്റെ സാധനങ്ങൾ പോയാലും ശരി, ഞാൻ നിൻ്റെ മുമ്പിൽ തോൽക്കാൻ വരത്തില്ല. എനിക്ക് തോൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്കാണ് ചെയ്തത്. നിൻ്റെ വീട്ടിൽ ഞാൻ വല്ല അനാശാസം കാണിച്ചോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൂജയ്ക്ക് എവിടെ വന്നു? എന്ത് റൈറ്റ് ഉണ്ടോ നിനക്ക് എൻ്റെ വീട് പൂട്ടാൻ? എന്ത് റൈറ്റ് ഉണ്ട് നിനക്ക് എൻ്റെ വീട് പൂട്ടാൻ? നീ നിനക്ക് തന്നെയാണ് കുഴി വെട്ടിയിരിക്കുന്നത്. നീ ആദ്യം ചിന്തിക്കുക. നീ നിനക്ക് തന്നെ കുഴി വെട്ടി. നിനക്ക് മെമ്പർ പറഞ്ഞു തരാൻ കാണും, തലയോലപ്പറമ്പിലെ പോലീസുകാർ പറഞ്ഞു തരാൻ കാണും. എല്ലാവരും നിനക്ക് പറഞ്ഞു തന്നെങ്കിൽ ഇതിൽ ജയം എനിക്ക് വേണ്ടി തന്നെയാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. മനസ്സിലായത് നിനക്ക്? ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്ന വീടാണിത്. രാവിലെ തലയിൽ എണ്ണ തേച്ചു, ഇത് ഒരെണ്ണം പറിച്ചു, നിങ്ങൾ കണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താ ഇവിടുത്തെ വിശേഷം കാണാം? ഇനി ഇന്ന സ്ഥലത്തൂടെ ഇവിടുത്തെ ആളുകളെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ കൃഷി ചെയ്തു പൈസ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇന്നും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവിടെ നിൽക്കുന്ന അവർക്ക് വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. പശുക്കളെ വളർത്തിയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഈ നമ്മുടെ ഹൗസ് ഓണറിൻ്റെ പിന്നെ തൊഴുത്താണത് ആ കാണുന്നത്. അവിടെ പശു ഉണ്ടായിരുന്നു. ഇപ്പം അവർക്ക് നോക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അതിനെ അവർ കൊടുത്തു. പിന്നെ ഇതിലെ നിറയെ ഒരു ദിവസം നിങ്ങൾ ആടിൻ്റെ വീഡിയോ കണ്ടില്ല, ഇതിൽ നിറയെ ആടുകൾ വരാറുണ്ട്, ആന വരാറുണ്ട്, ആട് വരാറുണ്ട്, എല്ലാം ഉണ്ട്. ചില സമയത്തൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞാൽ ആന വരും. ആന വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. കാടാണ്. കാടിൻ്റെ ഇതേ സൈഡിൽ എന്ന് പറഞ്ഞാൽ മലയാണ്, കാടാണ്. എന്നാലും ഞാൻ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇന്നുള്ളത്. ഇപ്പം ഞാൻ സന്തോഷത്തിലുള്ളത്. കാരണം ഞങ്ങൾ വന്ന് യാത്ര കഴിഞ്ഞ് വന്ന് നമ്മൾ ഈ വീട് എടുത്തിട്ടിട്ടാണ് യാത്രയ്ക്ക് പോയത്. ഈ വീട് എടുത്തിട്ടതിന് ശേഷമാണ് ഞാൻ പോയിട്ട് എൻ്റെ അവിടുത്തെ വീട് പോയി നോക്കിയത്. അപ്പം നമ്മളതെല്ലാം കണ്ടു. പക്ഷേ എനിക്കൊരു വിഷമവുമില്ല. എൻ്റെ മനസ്സ് ഇപ്പോഴും ഹാപ്പി തന്നെയാണ്. പക്ഷേ എനിക്കത് അവിടെ നിന്ന് എന്ത് ചെയ്യണം? അവനോട് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പൈസയും മേടിച്ച് എനിക്ക് അവിടുന്ന് ആ സാധനം എടുക്കണം.